Welcome to the Sapphire Future Academy God Booster series classes. We are dealing with the topic relations and functions. We already discussed about chapter 1 relations, and now we are coming to the topic of functions. Functions നമ്മൾ already പഠിച്ചതാണ് 11th. Just recapturing what you mean by a function. അപ്പോൾ നമ്മൾ 11th പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ച സെറ്റ്സ് ആണ്. After sets we are coming to the topic relation. Then after relation we are coming to the definition function. This is the way we are discussing about the topic functions. സെറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റിലേഷൻസിലേക്ക് വന്നു. റിലേഷൻസിൽ നിന്നാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ? വാട്ട് യു മീൻ ബൈ എ ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ സച്ച് ദാറ്റ് എവറി എലമെൻറ്റ് ഇൻ ദ ഡൊമൈൻ ഹാവ് യൂണിക് ഇമേജ് ഇൻ ദ കോഡൊമൈൻ. നമ്മൾ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? എഫ് ഈസ് ഫ്രം എക്സ് ടു വൈ. എക്സ് ദ സെറ്റ് ക്യാപിറ്റൽ എക്സ് ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ, വൈ ഈസ് കോൾഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ സച്ച് ദാറ്റ് എവറി എലമെൻറ്റ് ഇൻ ദ ഡൊമൈൻ, ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഇമേജസ് ഉണ്ടാവണം ഇൻ ദ കോഡൊമൈൻ. എല്ലാ എലമെൻറ്റിനും, ഡൊമൈനത്തെ എല്ലാ എലമെൻറ്റിനും ഇമേജസ് ഉണ്ടാവണം. ദാറ്റ് ഇമേജസ് മസ്റ്റ് ബി യുണീക്ക്, വൺ ആൻഡ് ഓൺലി വൺ. അങ്ങനെയുള്ള എല്ലാ റിലേഷനെയും നമുക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, എവറി ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ ഫ്രം എക്സ് ടു വൈ, ബട്ട് എവറി റിലേഷൻ നീഡ് നോട്ട് ബി എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ടൈപ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻജക്റ്റീവ് ഫങ്ഷൻ. എപ്പോഴാണ് ഒരു ഫങ്ഷൻ ഇൻജക്റ്റീവ് എന്ന് പറയാം? വൺ ഫംഗ്ഷനെ വിളിക്കുന്ന വേറെ പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ വാട്ട് യു മീൻ ബൈ സർജക്റ്റീവ് ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. എന്താണ് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആവുക? പിന്നെ മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് വൺ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുന്നത്? ഇത്രയും കാര്യങ്ങളാണ്, ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്കിതിനെ ബേസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ബോർഡ് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഫംഗ്ഷനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പറയുക, എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. കാരണം ഇതിന് ശേഷം നമുക്ക് മാട്രിക്സ് വരുന്നുണ്ട്, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. അതിലും മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇനിയുള്ള എല്ലാ ചാപ്റ്ററിലും കേൾക്കാൻ പോകുന്ന പേരാണ് ഫംഗ്ഷൻ. കാൽക്കുലസ് നമ്മൾ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനാണ് മെയിനായിട്ട് വരുന്നത് കാൽക്കുലസിൽ. അപ്പോൾ ഒരു കാൽക്കുലസിൽ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി നോ ദ എക്സാക്ട് മീനിങ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ എക്സാക്ട് മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാൽക്കുലസ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ടോപ്പിക് ഈസ് very much important. Now we are coming to the important types of functions. Now we are coming to the definition of function. A function f from a set capital A to set capital B. We are denoting writing like this. F is from A to B. Associates each element of set A. Set A യിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിൽ സെറ്റ് ബിയിൽ ഇമേജസ് ഉണ്ടാവണം. എന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ. അസോസിയേറ്റ്സ് ഈച്ച് എലമെന്റ് ഓഫ് സെറ്റ് എ ടു എ യൂണിക് എലമെന്റ് ഓഫ് സെറ്റ് ബി. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി, ദെൻ വി റൈറ്റ് എഫ് ഈസ് ഫ്രം എ ടു ബി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുക, എഫ് ഈസ് ഫ്രം എ ടു ബി. വി ആർ എക്സ്പ്ലെയിനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിഗേഴ്സ്. ഇതിന് നമ്മൾ എയറോ ഡയഗ്രാം എന്നാണ് പറയുക. എയറോ ഡയഗ്രാം വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് സെറ്റ് തിയറി. സെറ്റ് തിയറിയിലും അതുപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് എയറോ ഡയഗ്രാം. എയറോ ഡയഗ്രാം നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹൗ വി റെപ്രസെൻറ്റ് എയറോ ഡയഗ്രാം യൂസിങ് പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റിലേഷൻസിനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി 11th പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ജസ്റ്റ് റീകോളിങ് ഇറ്റ്, ദ വേ ഓഫ് പ്രസൻറ്റിങ് ഫംഗ്ഷൻ യൂസിങ് പിക്ചേഴ്സ് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. എ എന്ന് പറയുന്ന സെറ്റാണ് 1 2 3 4. ഇവിടെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. എ ബി സി ഡി ഇ. 1ൻ്റെ ഇമേജ് എ തന്നെ, 2ൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജും എ തന്നെ, 4ൻ്റെ ഇമേജ് സി.
ഇത് ഒരു ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഈ ഫംഗ്ഷനെ നമുക്ക് ഓർഡേർഡ് പെയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എഫ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർ. 1ൻ്റെ ഇമേജ് ആണ് എ. യു ക്യാൻ റൈറ്റ് ഓർഡേർഡ് പെയർ 1, A. 2ൻ്റെ ഇമേജ് ആണ് ബി. ദെൻ 2, B. 3യുടെ ഇമേജ് ആണ് എ. 3, A. ദെൻ 4ൻ്റെ ഇമേജ് ആണ് സി. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഇത് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എയിലുള്ള എല്ലാ എലമെൻറ്റിനും തന്നെ ബിയിൽ ഇമേജ് ഉണ്ട്. എവറി എലമെൻറ്റ് ഇൻ എ ഹാവ് യുണീക്ക് ഇമേജ് ഇൻ ദ സെറ്റ് ക്യാപിറ്റൽ ബി. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിയിലുള്ള എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയിലേക്ക് ഡൊമൈനാണ് ചെക്ക് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള എല്ലാ എലിമെൻസിനും ഇമേജസ് ഉണ്ടാവണം, യുണീക്ക് ഇമേജസ് ഉണ്ടാവണം. അപ്പോൾ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷന് എക്സാമ്പിളാണ്. ഇത് ഫംഗ്ഷൻ ആകുന്നതിനുള്ളൊരു എക്സാമ്പിളാണ്. ഫംഗ്ഷൻ ഇനി അടുത്ത കേസ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹിയർ എറോ ഡയഗ്രാം എ ടു ബി നമ്മളിവിടെ തന്നിരിക്കുന്നു 1, 2, 3, 4, 5. ഇവിടെ എ ബി സി ഡി ഇ. 1ൻ്റെ ഇമേജ് എ, 1ൻ്റെ ഇമേജ് സി, 2ൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് ഡി, 4ൻ്റെ ഇമേജ് ഇ. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ് റിലേഷൻ, ഇത് റിലേഷൻ എന്ന് നമുക്കിപ്പോൾ പറയാം, എ ടു ബി, ഈസ് ഇറ്റ് എ ഫംഗ്ഷൻ ഓർ നോട്ട്? ഇത് ഒരു ഫംഗ്ഷൻ ആവോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും യുണീക്ക് ഇമേജ്, 1 and only 1 ഇമേജ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1ന് 2 ഇമേജസ് ഉണ്ട്, 1, Aയും 1, Cയും. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിലേഷൻ ഒരിക്കലും ഫംഗ്ഷൻ ആവില്ല. അതുകൊണ്ട് തന്നെ ദിസ് റിലേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അതൊരു കാര്യം. അപ്പോൾ വേറെ കാര്യം നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഫംഗ്ഷൻ ആവുന്ന ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും ഇമേജസ് കൂടിയേ തീരൂ. ഇവിടെ 5 എന്ന് പറയുന്ന എലമെൻറ്റ് ഡൊമൈനിലുള്ള എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റാണ്, അതിന് ഇമേജ് ഒന്നുമില്ല. 2 കാരണം കൊണ്ട് ഈ തന്ന റിലേഷൻ എന്തല്ല, ഫംഗ്ഷൻ അല്ല. ഒരു കാരണം 1ന് 2 ഇമേജ് വന്നു, 1, Aയും 1, Cയും. 1 റിപ്പീറ്റ്സ്, ഫസ്റ്റ് കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഫംഗ്ഷൻ അല്ല. വേറൊരു കാരണം കൂടിയുണ്ട്, ഇവിടെ 5 എന്ന് പറയുന്ന എലമെൻറ്റിന് ഇമേജ് ഇല്ല, കോഡൊമൈനിൽ ഇമേജ് ഇല്ല. അതുകൊണ്ട് ദിസ് എക്സാമ്പിൾ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. രണ്ടാമത്തെ എക്സാമ്പിൾ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ. ഹൗ വി ക്യാൻ സേ ദറ്റ് എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ ഫംഗ്ഷൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും യുണീക്ക് ഇമേജ് ഉണ്ടാവണം in the codomain. Such type of relations are generally known as a function from A to B. Now we are coming to next definition, domain, codomain and range. I think already if you are familiar with the domain, range and codomain of a relation. അതുപോലെ തന്നെയാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് വരുന്നത്. നമുക്കറിയാം എവരി ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഏത് ഫംഗ്ഷൻ എടുത്താലും എന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആയിരിക്കും. അപ്പോൾ റിലേഷനിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ വി ക്യാൻ അഡോപ്റ്റ് ഇൻ ടു ദ കേസ് ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ എന്താ ഡൊമൈൻ? നമ്മൾ പറഞ്ഞു നോട്ടേഷൻ പ്രകാരം നമുക്കറിയാം എഫ് ഈസ് ഫ്രം എ ടു ബി, ദ ഹോൾ സെറ്റ് എ, എന്ന് ബിയിലേക്കാണ് റിലേഷൻ പോകുന്നത്. ആ ദ ഹോൾ സെറ്റ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് എഫ്. എഫിൻ്റെ ഡൊമൈൻ എന്ന് വിളിക്കും. ഇനി ദ ഹോൾ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് കോൾഡ് കോ ഡൊമൈൻ ഓഫ് എഫ്. ബി എന്ന് പറയുന്ന ഹോൾ സെറ്റിന് വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ, എഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയും. ഇനി വാട്ട് യു മീൻ ബൈ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ? റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ ബി സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ, ബി എലമെൻറ്റ് ഓഫ് എഫ് എന്ന് വേണമെങ്കിൽ ബിയുടെ കളക്ഷൻ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? റേഞ്ച് ഓഫ് എഫ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. റേഞ്ച്, ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എപ്പോഴും കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. വാട്ട് ഈസ് എഫ് ഈസ് ഫ്രം എ ടു ബി, ദെൻ ദ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് നോൺ ആസ് ഡൊമൈൻ ഓഫ് എഫ് ആൻഡ് സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് കോൾഡ് codomain of f. The set of all images of f which are the elements of A is known as the range of f or image set of A.
അപ്പോൾ എഫ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എ. എയുടെ ഇമേജസ് എഫ് ഓഫ് എ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എഫ് ഓഫ് എ വി കൻ ഡിനോട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഓഫ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. നൗ വി ആർ കമ്മിങ് ടു എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്ക് എത്ര ഫങ്ഷൻസ് അവൈലബിൾ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇഫ് എൻ ഓഫ് എ ഈക്വൽ ടു എം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എം ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഈക്വൽ ടു എൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് can be determined by the formula. Number of functions from A to B is determined by the formula n of b raised to n of a. Number of elements of b raised to number of elements of a. അപ്പോൾ ഇവിടെ വരിക എന്തായിരിക്കും വരിക, n of b. We have n of b is n and n of a is m. So number of functions equal to n raised to m is the answer. അപ്പോൾ for example we can explain with an example. If n of a equal to 4, n of b equal to 3, then number of functions possible from a to b. എത്ര functions നമുക്ക് കിട്ടും? Number of functions from a to b equal to, formula is n of b raised to n of a. Here n of b is 3, 3 raised to 4 is the answer. 3 raised to 4 equal to 3 into 3 into 3 into 3, that is 81. 3 into 3, 9, 9 3 is 27, 27 into 3, 81 functions are possible. But this is a very, very important formula for any competitive examination. You can determine number of functions from a non-empty set capital A to another non-empty set capital B. Now we are coming to the different kinds of functions. First one is one-one function or injective function. The word is enough, 1 to 1 or 1-1. What is the meaning of 1 to 1 or 1-1? So another name is injective function. What is the definition for injective function? A function f is from a to b. We are writing like this. F is from a to b is said to be 1-1 function or injective function if different elements of capital A have different images in capital B. ഏതിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും അതിന് ഡിഫറെൻറ്റ് ഇമേജസ് ബിയിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ എ ടു ബി ഇതാണ് ഫംഗ്ഷൻ. ഹിയർ 1 2 3 4. There are 4 elements in the domain. Here A, B, C, D, E, F. Here the image of 1 is A, image of 2 is B, image of 3 is C, image of 4 is D. This is a 1-1 function. That means in problems we are verifying that if f of x1 equal to f of x2 implies x1 equal to x2. But different elements in the domain we have to verify the different images in B. Different images in B have different pre-images. Elements of A have different images in B. Thus f is from A to B is 1-1 if and only if f of A equal to f of B implies A must be equal to B. അതായത് എയ്ക്കും ബിക്കും ഇമേജസ് സെയിം ആണെങ്കിൽ എയും ബിയും വാല്യൂസ് സെയിം ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 to 1 or injective function. This is an example for 1 to 1 function. കാരണം ഇതിൽ 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് ബി ആണ്. എല്ലാ എലിമെൻസിനും യുണീക്ക് ഇമേജസ് ആണ്, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് പ്രീ ഇമേജസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഡിക്ക് ആകെ ഒരു പ്രീ ഇമേജ് ഉള്ളൂ 4, സിക്ക് ഒരു പ്രീ ഇമേജ് 3 മാത്രമേ ഉള്ളൂ, ബിക്ക് ഒരു പ്രീ ഇമേജ് 2 ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഫോർ എ 1-1 ഫംഗ്ഷൻ. ഇത് 1-1 ഫംഗ്ഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യും. ഇൻ പ്രോബ്ലംസ് വി ആർ പ്രൂവിങ് ലൈക്ക് ദിറ്റ്. ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് we have a equal to b. f of a, f of b സെയിം ആണെങ്കിൽ എയും ബിയും സെയിം ആയിരിക്കണം. ഇതാണ് ദിസ് ഡെഫിനിഷൻ is known as injective function or 1-1 function. Now we are coming to the next definition, on-to function or surjective function. When we can say that a function is surjective or on-to function, suppose f is from a to b
this is set A, this is set B. From A to B is the function f. F is from A to B. We are looking into the codomain B. So if it is surjective or onto, every element in B have some pre-image in A. That is the definition of surjective function. B യിലുള്ള ഏത് എലമെന്റ് എടുത്താലും അതിന് A യിൽ pre-image ഉണ്ടെങ്കിൽ that type of function is known as onto function or surjective function. Surjective function. So this is the definition. A function f is from x to y is said to be onto or surjective if every element of capital Y, Y illa ഏത് എലമെന്റ് എടുത്താലും that for some that must be some image of some element of x. അത് ഏത് എലമെന്റ് എടുത്താലും അത് ഏതെങ്കിലും എലമെന്റുകളുടെ ഇമേജസ് ആയിട്ട് വരും. Element of x under f, that is for every small y element of capital Y there exists some x element of capital X such that y equal to f of x. We are looking into the codomain. Codomainലേക്കാണ് നമ്മൾ നോക്കണേ. കോഡൊമൈനിൽ ഏത് എലമെന്റ് എടുത്താലും അതിന് പ്രീ ഇമേജ് ഉണ്ടാവണം, ഏത് പ്രീ ഇമേജ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഏത് എലമെന്റ് എടുത്താലും ബിയിൽ ഏത് എലമെന്റ് എടുത്താലും ബിയിൽ ഏത് വൈ എടുത്താലും y must be image of some element of x in capital X. This is the definition of surjective function or onto function. But now we are coming to the definition of bijective function. What do you mean by bijective? We know the meaning of bi equal to 2. A function which is both 1 to 1 or 1 and onto. It is generally known as bijective function. Bijective. For example, suppose this is capital A, this is capital B, f is from A to B. We are 1, 2, 3, 4. Here 9, 10, 11, 12. This one maps to 9, 2 in the image 10 ആണ്, 3 in the image 11 ആണ്, 4 in the image 12 ആണ്. This is a bijective function. കാരണം ഒന്നൊന്നിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, 1 ആണ്, ഒന്നിന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓൺ ടു ആണ് നോക്കേണ്ടത്, ബിയിലുള്ള എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട് എയിൽ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വെരിഫൈ 2 തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് 1 to 1. അത് 1 to 1 ആവണം, അല്ലെങ്കിൽ 1 ആവണം. 1 എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം, if f of x1 equal to f of x2 implies x1 equal to x2. This is the proof of 1 to 1. 1 ആണ് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ്. സപ്പോസ് 2 images are equal, then their pre-images must be equal. ഇതാണ് 1 to 1 ആവുള്ള കണ്ടീഷൻ. ഇനി f is on to, f on to ആയിരിക്കണം. ഓൺ ടു ആണെന്നുള്ള കണ്ടീഷൻ എന്താ? സപ്പോസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ എല്ലാ ഇമേജസ് എടുക്കുകയാണ്, കോഡൊമൈനിലുള്ള എല്ലാ ഇമേജസ് എടുക്കുകയാണ്. y ഈക്വൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ഏത് y എടുത്താലും ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് ഉണ്ടാവണം ഡൊമൈനിൽ, സച്ച് ദാറ്റ് y ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഏത് എലമെൻറ്റ് വൈയിലത്തെ എടുത്താലും ബിയിലത്തെ എലമെൻറ്റ് വൈ ഏത് എലമെൻറ്റ് എടുത്താലും y മസ്റ്റ് ബി റിലേറ്റഡ് ടു വൈക്ക് ഏത് വൈ എടുത്താലും അതിന് പ്രീ ഇമേജ് എയിലുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, എയിലുള്ള എല്ലാ എലമെൻറ്റും എന്തെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് ബിയിലുണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു ബി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 to 1 ആൻഡ് ഓൺ ടു എഫ് ഈസ്, ഇറ്റ് ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ്. We can solve problems based on this concept. Bijective function എന്ന് പ്രൂവ് ചെയ്യാൻ we have to verify these 2 conditions. First one, ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കണം, 1 to 1 ആണെന്ന് കാണിക്കണം. 1 to 1 എന്ന് കാണിക്കാനുള്ള ഇതാണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ എക്സ് ടു. ഇറ്റ് ഈസ് ഓൺ ടു, ഇറ്റ് മസ്റ്റ് ബി ഓൺ ടു ഫംഗ്ഷൻ. അത് ഓൺ ടു ആണെങ്കിൽ നമുക്കറിയാം ഏത് ഇമേജ് എടുത്താലും ബിയിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഡൊമൈനിലുണ്ടെങ്കിൽ അത് ഓൺ ടു ആണ്. രണ്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി ബൈജക്റ്റീവ് ഫംഗ്ഷൻ.
Now we are discussing certain important problems based on the concept of bijectiveness. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഉള്ള കണ്ടീഷൻ നമുക്കറിയാം, ഇറ്റ് മസ്റ്റ് ബി ബോത്ത് 1 1 and on 2. This is the question. Show that the function f is from n to n set of natural numbers to set of natural numbers. n to n എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, set of natural counting numbers 1 2 3 etc etc etc, set of natural numbers given by f of x equal to 2x is 1 1. ഇത് 1 1 ആണ്, അതുപോലെ is 1 1 but not on 2. പക്ഷെ on 2 ആവില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, but not on 2. ഇത് 1 1 ആണെന്നാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ക്വസ്റ്റ്യൻ പ്രകാരം show that f is from n to n given by f of x equal to 2x is 1 1 but not on 2. അപ്പോൾ ഇത് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f is 1 1 ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ് അല്ലെങ്കിൽ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഫംഗ്ഷൻ ഈസ് എ 1 1 ഫംഗ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ദേ ആർ ഗിവൺ എഫ് ഓഫ് x ഈക്വൽ ടു 2x. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദ given function. So we are supposing f of x1 equal to f of x2 implies f of x equal to x, so f of x1 becomes 2x1, f of x2 equal to 2x2. Here you can cancel 2 and 2, so you will get x1 equal to x2. So we proved that we are starting from here. Suppose that f of x1 equal to x2, we got the answer x1 equal to x2. That means different images have different pre-images, therefore it is a 1 1 function or injective function. Now our second part, the question is f is 1 1 but not on 2. How we can check the function is surjective or not? Surjective ആണ് അല്ലെങ്കിൽ on 2 ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? we already knows y equal to f of x എന്ന് സപ്പോസ് ചെയ്യണം. they are given y equal to f of x, that is y equal to 2x. So y equal to 2x implies x is equal to y by 2. Okay, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എവിടേക്കാണ് നമുക്ക് നോക്കാം. f is from n to n ആ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ എന്നിലുള്ളത് നോക്കാം, ഡൊമൈനിലുള്ള എലമെൻറ്റ്സ് ഒക്കെ 1 2 3 4 5 എക്സെട്ര എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. അതുപോലെ വീണ്ടും കോഡൊമൈനിലുള്ളതും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് 1 2 3 എക്സെട്ര. അപ്പോൾ നമ്മൾ 3 എന്നൊരു എലമെൻറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ അത് നമുക്കൊരിക്കലും പ്രീ ഇമേജ് എടുക്കാം. y 3 എടുക്കുകയാണെങ്കിൽ സപ്പോസ് y ഈക്വൽ ടു 3, y equal to 3 എടുക്കുകയാണെങ്കിൽ what will be x? X will be 3 by 2. But we know very well 3 by 2 is a fraction. It never belongs to the set of natural numbers. X equal to 3 by 2, but we know 3 by 2 is not a natural number. അപ്പോൾ 3 by 2 എന്നിലില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ, ഈ പിന്നെ കോഡൊമൈനിലെ എലമെൻറ്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള ഓഡ് നമ്പേഴ്സ് ഏതെടുത്താലും ഈവൺ നമ്പേഴ്സിന് നമുക്ക് കിട്ടും, പക്ഷേ ഏത് ഓഡ് നമ്പേഴ്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ ഡൊമൈനിൽ ഉണ്ടാവില്ല. സോ ദിസ് ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് സർജക്റ്റീവ്. എഫ് സർജക്റ്റീവ് അല്ല, ഓൺ ടു അല്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തത് എഫ് ഈസ് 1 1 ഇൻജക്റ്റീവ് ആണ്, but f is not on 2 അല്ല. ദിസ് ഈസ് ദ റീസൺ. കാരണം ഏത് എലമെൻറ്റ് ഏത് നാച്ചുറൽ നമ്പർ നമ്മൾ കോഡൊമൈൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ എക്സിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. കാരണം ഫ്രാക്ഷൻസ് വരും, ഫ്രാക്ഷൻസ് ഡൊമൈൻ ഉണ്ടാവില്ല. 3 by 2 5 by 2 7 by 2 തുടങ്ങിയ നമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ ദാറ്റ് ആർ റാഷണൽ നമ്പേഴ്സ്, ഐ മീൻ ഫ്രാക്ഷൻസ്. ആ ഫ്രാക്ഷൻസ് നാച്ചുറൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് സർജക്റ്റീവ്. നൗ വി ആർ കമ്മിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. Prove that the function f is from R to R. See the difference? Here f is from R to R. Set of real numbers il ninnu set of real numbers ilikana function given by f of x equal to 2x.
is 1 1 and on 2. 1 1 ഉം on 2 ആണെങ്കിൽ അത് ബൈജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ we have to prove that this function is a bijective function. ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് പ്രൂവ് ചെയ്യണം. നമുക്ക് അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ വി ഹാവ് ടു വെരിഫൈ ദ ടു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. രണ്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. എഫ് ഈസ് 1 1, എഫ് ഇൻജക്റ്റീവ് ആവണം. എഫ് ഇൻജക്റ്റീവ് ആണ് നമ്മൾ എങ്ങനെ നോക്കാം? വി ഹാവ് ദ ഡെഫിനിഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 implies x1 equal to x2. Here they are given f of x equal to 2x, multiple of 2. When f is from set of real numbers to set of real numbers, we have f of x equal to 2x. Therefore f of x1 we can write 2x1 equal to 2x2 implies x1 equal to x2. So from the definition of injective function, f is 1 1, f 1 to 1 ആണ്, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ, വി ആർ വെരിഫൈങ് ദ സെക്കൻഡ് കണ്ടീഷൻ, എഫ് ഈസ് ഓൺ 2. എഫ് ഓൺ 2 ആണ് നമ്മൾ നോക്കാൻ പരിശോധിക്കാൻ പോവാണ്. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് R2 R ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും ഫ്രാക്ഷൻസും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ഇതിൽ ഉൾപ്പെട്ടു. ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലമെൻറ്റ് ആറിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഒരു ഇമേജ് എടുക്കുകയാണ്. ഈ ആറിലത്തെ ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ആ എലമെൻറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് y ഈക്വൽ ടു 2x. അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ y ഈക്വൽ ടു 2x ആണ്. ദെയർഫോർ വി ക്യാൻ റൈറ്റ് x ഇസ് ഈക്വൽ ടു y/2. ഇനി y ഒരു റിയൽ നമ്പറാണ്. ആ റിയൽ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും വേറെ റിയൽ നമ്പറാണ്, അത് ആറിൽ ഉൾപ്പെടും, ദാറ്റ് ഈസ് ഡൊമൈനിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് എവറി എലമെൻറ്റ് ഓഫ് ദ കോഡൊമൈൻ are some images of the elements of the domain capital R. ഏത് എലമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് റാഷണൽ നമ്പർ ആവാം, സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് ആവാം, ഇറാഷണൽ നമ്പേഴ്സ് ആവാം. ഏത് നമ്പർ എടുത്താലും വി ക്യാൻ ഫൈൻഡ് എ റിയൽ നമ്പർ കറസ്പോണ്ടിങ് ടു ദാറ്റ്. സോ വി ആർ ക്ലെയിമിങ് ദാറ്റ് എഫ് ഈസ് ഓൺ 2. എഫ് സബ്ജക്റ്റീവ് ആണ്, ഓൺ 2. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്തു. എഫ് ഈസ് ബോത്ത് 1 1, f 1 to 1 ആണ്, and f is on 2. So by definition of bijective function, f is a bijective function എന്ന് പറയാൻ നമുക്ക് പറ്റും. f is a bijective function. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇക്വേഷൻ y equal to 2x ആണ്. I think you are very familiar about the equation of straight line. y equal to 2x represents a straight line passing through origin. This is x-axis, x or x dash, y or y dash. So y equal to 2x passing through the origin, and this is of the form y equal to mx, where m is the slope of the line. അപ്പോൾ ഈ കേസിൽ y equal to 2x എടുക്കുകയാണെങ്കിൽ slope of this straight line is 2 ആണ് സ്ലോപ്പ് എന്ന് പറയാം. ഈ ലൈൻ്റെ പ്രത്യേകത y equal to 2x passing through the origin. So it is a standard equation. You are familiar with the straight line equation, slope intercept form, 2-point form, like that. So please note this, a very important thing, y equal to 2x is a straight line passing through origin. Okay, now we are moving to next problem. It's a very important problem for your board exam type question. F is from R to R. F is from R to R, defined by f of x equal to 3x plus 4. Prove that f is a bijective function. We have to prove that this function is a bijective function. We know very well, to prove that a function is bijective, we have to verify the two important properties. First one is f is an injective function. Injective means f is 1 to 1 or 1 1. How we prove that a function is 1 to 1? Let f of x1 equal to f of x2 implies x1 equal to x2. Okay, from this question we have, they are given by the definition, f of x equal to 3x plus 4. So LHS becomes 3x1 plus 4 equal to RHS is f of x2 means
3x2 plus 4. Here 4 cancels. You will get 3x1 equal to 3x2. 3 cancels, which implies x1 equal to x2. So we are starting from f of x1 equal to f of x2. We proved that x1 equal to x2. This shows that f is 1 to 1. F injective. F is an injective function or 1 function. This is the first part. Now we are coming to the second part. We have to prove that f is onto. We have to verify that f is an onto function. We note these things. F is from set of real numbers to set of real numbers defined by f of x equal to 3x plus 4. Listen carefully. To prove that f is onto, let y equal to the given function 3x plus 4. This is the method to prove that f is onto. Let y equal to f of x equal to 3x plus 4. From this we can solve for x. Y equal to 3x plus 4 implies y minus 4 equal to 3x. Therefore, x is equal to y minus 4 by 3. Here this value is a real number because y minus 4, y is a real number, y minus 4 is a real number. If you divide y minus 4 by 3, you will get another real number. So we make sure that every element in the codomain has pre-image in the domain. So it is an every this y for every image it represents corresponding to every y in the codomain, there will be an x in the domain. So we are claiming that this function f is onto, that is f is surjective. Thus we proved that f is both 1 1 and onto. F is both 1 1 and onto. Hence f is a bijective function. F is a bijective function. This is one of the important questions for your board examination. So this type of in generally we can speak that if f is from set of real numbers to set of real numbers and we are given a linear function of the form ax plus b, this function will always be a bijective function. We can easily prove that this function will be 1 to 1 and onto. So note this form f equal to f of x equal to x plus b is a linear function. If f is from R to R, surely it will be a bijective function. So in this section we have discussed about what is a function, different kinds of function, especially injective function, 1 function, f of x1 equal to f of x2 implies x1 equal to x2. We can say that that function is injective function. Onto function, then surjective function. A function is said to be surjective function if every element in the codomain have pre-images in the domain. Such type of functions are called surjective function. And third one, bijective function. If f is both 1 to 1 and onto, such type of function is known as bijective function. And we solved some one or two or three examples based on each definition, some important questions from the your previous board question paper. So solving this type of questions, it will be easy for your this chapter relations and functions.